നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ LDC മെയിൻസിലും ഡിഗ്രി ലെവൽ പ്രിലിംസിനും +2 മെയിൻസിനും ഒക്കെ കോമൺ ആയിട്ട് വരുന്നത് ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള നല്ല മാർഗം എന്നത് ഏതാണ്? വന്യജീവികളെ സംരക്ഷിക്കുന്നതിനുള്ള നല്ല മാർഗം എന്നത് യഥാർത്ഥ ആവാസ സ്ഥലങ്ങൾ സംരക്ഷിക്കൽ. യഥാർത്ഥ ആവാസ സ്ഥലങ്ങൾ സംരക്ഷിക്കലാണ്. ഏതു മൃഗമാണ് ഇന്ത്യയിൽ നിന്നും വംശനാശത്തിന് വിധേയമായത്? ഏതു മൃഗമാണ് ഇന്ത്യയിൽ നിന്ന് വംശനാശത്തിന് വിധേയമായത്? ചീറ്റയാണ്. ഇന്ത്യയിൽ നിന്ന് തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ നിന്ന് ചീറ്റ. അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുമ്പോൾ വായു, ജലം, മണ്ണ് എന്നിവയുടെ മലിനീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തടയുന്നതിന് ഇന്ത്യൻ പാർലമെന്റിൽ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം എന്നാണ്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. 1986. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായി മലിനീകരണം ഉണ്ടാക്കുന്ന കണികകളുടെ വ്യാസം ഏത്? വ്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? ഡയമീറ്റർ. അപ്പം മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായി മലിനീകരണം ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾസിന്റെ ഡയമീറ്റർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5 millimeter. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5 millimeter ആണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായി മലിനീകരണം ഉണ്ടാക്കുന്ന കണികകളുടെ വ്യാസം. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ശബ്ദ അളവാണ് ചെവിയുടെ കർണപടം തകരാറിലാക്കി കേൾവി ശക്തി സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നത്? 150 ഡെസിബൽ ആണ്. 150 ഡെസിബൽ ആണ് താഴെ പറയുന്നവയിൽ. എന്താണ് താഴെ പറയുന്നവയിൽ ഏത് ശബ്ദ അളവാണ് ചെവിയുടെ കർണപടം തകരാറിലാക്കി കേൾവി ശക്തി സ്ഥിരമായി നഷ്ടപ്പെടുത്തുന്നത്? 150 ഡെസിബൽ ആണ്. വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നവയിൽ നിന്ന് കണികാ മാലിന്യങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഫലവത്തായ ഉപകരണം ഏത്? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോസിപ്പിറ്റേറ്റർ. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോസിപ്പിറ്റേറ്റർ ആണ് വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നവയിൽ നിന്ന് കണികാ മാലിന്യങ്ങളെ വേർതിരിക്കുന്നതിനുള്ള ഫലവത്തായ ഉപകരണം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സുകളെ പറ്റി പറയാം. LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 70 days ബാച്ച് കോഴ്സ് September 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയിൽ ഓൾറെഡി ഉള്ള കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഈ സമയത്ത് വാങ്ങുന്ന എല്ലാ കോഴ്സുകളും കൂടി ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളെല്ലാം വാങ്ങാവുന്നതാണ്. കൂടാതെ 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് September 9 ഒരു 100 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതിയ സിലബസിനെ പറ്റി വളരെ ധാരണയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. കൂടാതെ ഹൈക്കോടതി അസിസ്റ്റന്റ് പേപ്പർ 1 വേണ്ടിയിട്ട് September 2 ഒരു 100 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 80 days ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ അൺഅക്കാഡമിയിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. 26th September 19th September LDC മെയിൻസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് September 12 ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, 2 മണിക്കാണ്. കൂടാതെ ഫ്രൈഡേസിൽ സെപ്റ്റംബർ മാസത്തിൽ ഫ്രൈഡേസിൽ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. 10 മണിക്കാണ്. എല്ലാം കയറി ആക്സസ് ചെയ്യുക. ഓക്കെ, ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ആ തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയ. ഈ ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. യൂട്രോഫിക്കേഷൻ ആണ്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ആ തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താ? യൂട്രോഫിക്കേഷൻ എന്നാണ്. പോളി ബ്ലെൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോളി ബ്ലെൻഡ്
റോഡ് നിർമ്മാണത്തിനായി പുനഃചംക്രമണം മുഖേന ഉണ്ടാക്കപ്പെട്ട പ്ലാസ്റ്റിക് അവശിഷ്ടം. റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി പുനഃചംക്രമണം വഴി, റീസൈക്കിൾ വഴി ഉണ്ടാക്കപ്പെട്ട പ്ലാസ്റ്റിക് അവശിഷ്ടമാണ് പോളി ബ്ലെൻഡ്. ഗ്രീൻ മഫ്ലറിംഗ് വിദ്യ ഏത് തരം മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ഗ്രീൻ മഫ്ലറിംഗ് വിദ്യ ഏത് തരം മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? ശബ്ദ മലിനീകരണം. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം, അതായത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വരാം. ഗ്രീൻ മഫ്ലറിംഗ് വിദ്യ ശബ്ദ മലിനീകരണത്തെ പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്. ചുവടെ പറയുന്നവയിൽ ജലമലിനീകരണം തടയുന്നത് ഏത്? ജലമലിനീകരണം തടയുന്നത് വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന ജലത്തിൽ നിന്ന് ഹാനികരമായ രാസവസ്തുക്കളെ നീക്കം ചെയ്താൽ ജലമലിനീകരണം തടയാം. അതൊരു മാർഗമാണ്. അടുത്ത ചോദ്യം, ഡീസലുമായി താരതമ്യം ചെയ്യുമ്പോൾ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനുള്ള മേന്മ അല്ലാത്തത് ഏത്? ഡീസലുമായി താരതമ്യം ചെയ്യുമ്പോൾ CNGക്കുള്ള മേന്മ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. വളരെ നന്നായി കത്തുന്നു, ചെലവ് കുറവാണ്, മോഷ്ടിക്കപ്പെടാൻ പ്രയാസമാണ്, എളുപ്പത്തിൽ പൈപ്പ് ലൈൻ വഴി എത്തിക്കാൻ കഴിയുന്നു. എളുപ്പത്തിൽ പൈപ്പ് ലൈൻ വഴി എത്തിക്കാൻ കഴിയുന്നു എന്നതാണ്. താഴെ പറയുന്നവരിൽ പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പാരിസ്ഥിതിക പ്രശ്നം അല്ലാത്തത് ഏതാണ്? വനവൽക്കരണം, അഫോറസ്റ്റേഷൻ. വനവൽക്കരണം എന്ന് പറയുമ്പോൾ വച്ചുപിടിപ്പിക്കുക, നട്ടുപിടിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ്. മറ്റേതാണെങ്കിലോ ഡീഫോറസ്റ്റേഷൻ ആണ്, വനനശീകരണമാണ്. അപ്പൊ മണ്ണൊലിപ്പ് പാരിസ്ഥിതിക പ്രശ്നമാണ്, വെള്ളം കെട്ടി നിൽക്കൽ പാരിസ്ഥിതിക പ്രശ്നമാണ്, മരുഭൂമിയാവുന്നത് ഡെസർട്ടിഫിക്കേഷൻ അതെന്ന് പറയുന്നത് എന്താ? പാരിസ്ഥിതിക പ്രശ്നമാണ്. വനവൽക്കരണം അതിനുള്ള എന്താണ്? ഒരു പ്രതിവിധിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളിലെ സുഷിരം മൂലം അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എത്തുമ്പോൾ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർദ്ധിതമായ കരൾ ക്യാൻസർ ആണ് അതിൽ ഉൾപ്പെടാത്തത്. ബാക്കി നേത്രങ്ങൾക്ക് തകരാറുണ്ടാകുന്നു, വർദ്ധിതമായ ത്വക്ക് ക്യാൻസർ ഉണ്ടാകുന്നു, പ്രതിരോധ ശേഷിയിൽ ഉണ്ടാകുന്ന കുറവ്. ഇതൊക്കെ അൾട്രാവയലറ്റ് കിരണങ്ങൾ മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളാണ്. അടുത്ത ചോദ്യം, റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന്റെ ഫലമായുള്ളത്. റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന്റെ ഫലമായുള്ളത് എന്താണ്? ജനിതക മാറ്റം. എന്താണ് ജനിതക മാറ്റം? ജീനുകളിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ റേഡിയോ ആക്റ്റീവ് മലിനീകരണത്തിന്റെ ഫലമായുള്ളതാണ് ജനിതക മാറ്റം. വരും വർഷങ്ങളിൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് വർദ്ധിതമായ സാധ്യതയാണ് ഉള്ളത്. ഇതിനുള്ള പ്രധാന കാരണം അല്ലെ, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ഒരുപാട് സാധ്യത വരും വർഷങ്ങളിൽ നമ്മൾ കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓസോൺ പാളിയുടെ കനം കുറയുന്നത് മൂലം അൾട്രാവയലറ്റ് കിരണങ്ങൾ നേരിട്ട് ഭൂമിയിലെത്തുന്നു, ത്വക്ക് ക്യാൻസർ മുതലായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പൊ അതാണ് ഉത്തരം, ഓസോൺ പാളിയുടെ കനം കുറയുന്നത്. വ്യാവസായിക മാലിന്യമായ മെർക്കുറി അടങ്ങിയ മത്സ്യം കഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ഏത്? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. മീനമാതാ രോഗം. മീനമാതാ രോഗം എന്ത് എലമെന്റ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? മെർക്കുറി. മെർക്കുറിയുടെ ആധിക്യം മൂലമാണ് ഏത് രോഗം ഉണ്ടാകുന്നത്? മീനമാതാ രോഗം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ഓക്സിജൻ രക്തത്തിലെ ഹീമോഗ്ലോബിനോട് കാണിക്കുന്ന അടുപ്പത്തിന്റെ എത്ര ഇരട്ടിയാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന കാർബൺ മോണോക്സൈഡിന്റേത്? അതായത് ഓക്സിജന് ഹീമോഗ്ലോബിനോട് ഒരു അഫിനിറ്റി ഉണ്ട്, അതിനേക്കാൾ എത്ര കൂടുതലാണ് കാർബൺ മോണോക്സൈഡുമായിട്ട് എന്ന് ചോദിച്ചാൽ 200 മടങ്ങ്. നല്ലൊരു ചോദ്യമാണ്, 200 മടങ്ങ്. ജലമലിനീകരണത്തിന്റെ സൂചകമായ ജീവി ഏത്? ജലമലിനീകരണത്തിന്റെ സൂചകമായ ജീവി ഏതാണ്? കോളൈ ബാക്ടീരിയ. കോളൈ ബാക്ടീരിയ. താഴെ പറയുന്നവയിൽ താജ്മഹലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായത് ഏത്? താജ്മഹലിന്റെ നിലനിൽപ്പിന് ഭീഷണിയായത് സൾഫർ ഡയോക്സൈഡ്. താജ്മഹലിന്റെ നിറം മങ്ങാൻ കാരണമായ വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. അടുത്തടുത്തുള്ള ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഒക്കെ വരുന്ന പുകയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താജ്മഹലിന്റെ നിറം കാലക്രമേണ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഏതാണ്? സൾഫർ ഡയോക്സൈഡ് തന്നെയാണ്. അടുത്ത ചോദ്യം, കാറ്റലിറ്റിക് കൺവേർട്ടർ ഉറപ്പിച്ചിട്ടുള്ള മോട്ടോർ വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ഉപയോഗിക്കാൻ നിഷ്കർഷിക്കുന്നതിന് കാരണം എന്താണ്? ലെഡ് കാറ്റലിസ്റ്റിനെ നിർവീര്യമാക്കുന്നു. ലെഡ് കാറ്റലിസ്റ്റിനെ നിർവീര്യമാക്കുന്നത് കൊണ്ടാണ്. മെട്രോ സിറ്റികളിൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന മുഖ്യ ഘടകം ഏത്? മെട്രോ സിറ്റികളിൽ വായു മലിനീകരണം ഉണ്ടാക്കുന്ന മുഖ്യ ഘടകം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. വീടുകളിൽ നിന്നുള്ള പുക, തെർമൽ പവർ പ്ലാന്റുകൾ,
കുക്കിംഗ് ഗ്യാസിന്റെ ഉപയോഗം മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള പുക. മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. അടുത്ത ചോദ്യം, മലിനമാക്കപ്പെട്ട ജലം കുടിക്കുക വഴി ദന്തക്ഷയം ഉണ്ടാകാറുണ്ട്. ഇവിടെ ജലത്തിനെ മലിനമാക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഫ്ലൂറിൻ ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ദന്തക്ഷയത്തിന് കാരണമാകുന്ന എലമെന്റ് ഏതാന്ന് ഓർത്താൽ മതി, ഫ്ലൂറിൻ. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ഫിൽറ്റർ ചെയ്യുന്ന ഓസോൺ പാളി കാണുന്ന അന്തരീക്ഷത്തിലെ മേഖല. ഓസോൺ പാളി എവിടെയാണ് കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത്. താഴെ പറയുന്നവയിൽ ഭൗമ ഉപരിതലത്തിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാന കാരണക്കാരനായത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിൽ പ്രധാന കാരണക്കാരൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതെങ്കിലും രാജ്യത്തെ ആണവ റിയാക്ടറിലെ തകരാറ് പ്രധാനമായും ദോഷകരമായി ബാധിക്കുന്നത് ലോകത്താകമാനമുള്ള മനുഷ്യരെയാണ്. മോട്ടോർ വാഹനങ്ങളിലെ കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ ഉപയോഗിക്കുന്ന ചെലവേറിയ ലോഹങ്ങൾ ഏത്? പ്ലാറ്റിനം, പല്ലേഡിയം, റോഡിയം. അടുത്ത ചോദ്യം, മനുഷ്യരിലും മൃഗങ്ങളിലും വായുമലിനീകരണം ദോഷകരമായി ബാധിക്കുന്നത് ഏതിനെയാണ്? വായുമലിനീകരണം ദോഷകരമായി ബാധിക്കുന്നത് ഏത് വ്യവസ്ഥയാണ് എന്ന് ചോദിച്ചാൽ ശ്വസന വ്യവസ്ഥയാണ്, റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അടുത്ത ചോദ്യം, 1990 ലോകത്തിലെ 41 നഗരങ്ങളിൽ അതീവ മലിനീകരണം നേരിട്ടതായി അടയാളപ്പെടുത്തപ്പെട്ടു. ഇതിൽ ഡൽഹിയുടെ സ്ഥാനം എത്രാമതാണ്? ഡൽഹിയുടെ സ്ഥാനം 4-ാമതാണ് 1990. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം കുറയ്ക്കുന്ന ഫ്രിയോൺ വാതകം പുറത്തുവിടുന്നത്. ഫ്രിയോൺ വാതകം റെഫ്രിജറേറ്ററിൽ നിന്നാണ് പുറത്തുവിടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഫ്രിയോൺ വാതകം റെഫ്രിജറേറ്റർ. അവസാനത്തെ ചോദ്യം, ഇക്കോസാൻ ടോയ്ലറ്റുകൾ വിജയകരമായി പ്രവർത്തിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇക്കോസാൻ ടോയ്ലറ്റുകൾ വിജയകരമായി പ്രവർത്തിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതാണ്? കേരളവും ശ്രീലങ്കയുമാണ്. അപ്പൊ ഈ 30 ചോദ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് എൻവയോൺമെന്റ് നേരിടുന്ന ഇഷ്യൂസ്, അതുപോലെ വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിനെ പറ്റിയൊക്കെ എന്തൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം.